നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇരുട്ട് മാത്രം ഉള്ളിടത്ത് വെളിച്ചവുമായിട്ടാ മീനാക്ഷി പോകുന്നത്. അപ്പോ വെളിച്ചത്തിന്റെ കൂടെ എന്തായാലും ഇരുട്ട് പിന്നാലെ ഉണ്ടാവണമല്ലോ. മീനാക്ഷിയുടെ കൂടെ മൈഥിലിയും പോട്ടെ. ഇവരെന്നെ നെഗറ്റീവ് ആക്കിയെങ്കിലും ഇവളുടെ കൂടെ പോകാൻ അനുവദിച്ചല്ല. എനിക്ക് അത്രയും മതി. ലോട്ടറി അടിച്ചു. വാള് കണ്ടെത്തണം. നിലവറയുടെ താക്കോൽ എവിടെയാണ് വെക്കുന്നതെന്നും അറിയണം. എന്താ അമ്മ ഇത്? അമ്മയ്ക്ക് എന്ത് പറ്റി? തറവാടിന്റെ നിലവറയിലേക്ക് ഇവളെ കൂടി പറഞ്ഞയക്കണം എന്നാണോ? അമ്മ, ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന നിലവറയുടെ പടിക്കെട്ടുകൾ ഇറങ്ങണമെങ്കിൽ അത് മനസ്സിനും ശരീരത്തിനും വിശുദ്ധിയുള്ളവര് വേണം. ഇവൾക്കതുണ്ടെന്നാണോ അമ്മ കരുതുന്നത്? ഇവള് തുണയായിട്ട് വന്നോട്ടേന്ന് ഞാൻ കരുതിയത് മറ്റൊരു കാര്യം കൊണ്ട്. അതെന്താണെന്ന് വിശദമായിട്ട് നിന്നോട് മാത്രമായിട്ട് ഞാൻ പറയാം. ഞാൻ നിലവറയിലേക്ക് പോയ എന്താ ഒരു കുഴപ്പം? നീ തന്നെ ഒരു കുഴപ്പോ? നിന്നെ അങ്ങോട്ടേക്ക് അയക്കാനൊന്നും പറ്റില്ല. ദൈവം വിളങ്ങുന്നിടത്ത് ചെകുത്താന് പ്രവേശനം ഇല്ല. എന്നാ പിന്നെ മീനാക്ഷി നന്ദിനിയും കൂടി പോ. മുത്തശ്ശി, എനിക്കിനി ചില ദിവസങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾക്കൊന്നും വരാൻ പറ്റില്ല. ആ സങ്കടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതെനിക്കിഷ്ടമായി. ഇതൊക്കെയാണ് ദൈവത്തിന്റെ പണി. ഇനി എന്ത് ചെയ്യും? മുത്തശ്ശി എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? നിലവറയുടെ താക്കോലിങ് എടുത്തുക. ഞാൻ ഒറ്റയ്ക്ക് പോയി വിളക്ക് കൊളുത്തിട്ട് വരാം. പിന്നെ അവളൊരു വിളക്ക് വെപ്പുകാരി എന്ന് വെച്ചാ നീ കുറൂരമ്മയുടെ നേരെ ഇളയ അനിയത്തിയല്ലേ? കള്ളന് കഞ്ഞി വെച്ചവളുടെ കയ്യില് താക്കോൽ ഏൽപ്പിക്കണമെന്ന്. കളിയാക്കണ്ട. എന്നെ പോലെ ദൈവവിശ്വാസമുള്ളവര് മറ്റാരും ഇവിടെ ഇല്ല, ഈ മുത്തശ്ശി അല്ലാതെ. ഞാൻ നിലവറയിൽ വിളക്ക് വെക്കാം മുത്തശ്ശി. നിനക്ക് നിലവറയിലെ വിളക്ക് വയ്ക്കാനുള്ള അർഹതയൊന്നുമില്ല. വേണമെങ്കിൽ അകമ്പടി പോവാ, അത്രേ ഉള്ളൂ. നിലവറയിൽ വിളക്ക് കൊളുത്തുന്നവർ സീമന്തിനികളായിരിക്കണം, ഭർത്തൃമതി. ഞാൻ ഇപ്പോഴും ഈ സീമന്ത രേഖയില് സിന്ദൂരം തൊടുന്നുണ്ടല്ലോ. ചിലപ്പോഴൊക്കെ ഒന്ന് മറന്നുപോകും. എന്നാലും ഞാൻ ഭർത്തൃമതിയാ. എന്റെ ഭർത്താവ് കാർത്തി ജീവനോടെ ഉണ്ട്. നാവനക്കരുത് നീ. നിന്റെ നാവറുത്ത് മാറ്റി ഞാൻ. കാർത്തി അവളുടെ ഭർത്താവാണത്രേ. നീ കാർത്തിയുടെ ഭാര്യ ചമഞ്ഞ് നടക്കൊന്നും വേണ്ട. കാർത്തി മീനാക്ഷിയുടെ ഭർത്താവാ, മനസ്സിലായോടി? നടു ഒടിഞ്ഞ നായയുടെ കൊര പോലെ അവള് കൊരച്ചോട്ടമ്മേ. അങ്ങനെങ്കിലും അവൾ ഒരു മനോരാജ്യത്തിലെ മുഴുകട്ട. നിങ്ങൾക്ക് എന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? റെക്കോർഡിക്കലായിട്ട് ഞാൻ ഇപ്പോഴും കാർത്തിയുടെ ഭാര്യ. ആ കസേര ഞാൻ ഒഴിയണോ വേണ്ടോ? നീ പോയി ഘടകകക്ഷികളുമായിട്ട് ആലോചിക്കും. മുത്തശ്ശി, നേരെ സന്ധ്യ ആവാൻ പോവാ. നിലവറയിൽ ആര് വിളക്ക് വെക്കണമെന്നതിനെ കുറിച്ച് മുത്തശ്ശി ഒരു തീരുമാനം എടുക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.